യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയസിനെ വാഴിക്കുന്ന ചടങ്ങുകൾ നാളെ ലെബനിലെ ബെയ്റൂത്തിൽ നടക്കും. നാളെ ഇന്ത്യൻ സമയം രാത്രി 8:30 ഇഗ്നാത്യോസ് അപ്രേം ദുരിയൻ പത്രിയാർക്കീസ് ബാവയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും പങ്കെടുക്കും. സജോ ദേവസ്യ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സജോ ദേവസ്യ, നാളെയാണ് ചടങ്ങുകളൊക്കെ നടക്കുക. വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. സഭാതർക്കമൊക്കെ നിലവിലിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഇടയൻ എത്തുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ സജോ? ഡോക്ടർ അരുൺകുമാർ, യാക്കോബായ സഭ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ നേരിടുന്ന സന്ദർഭത്തിൽ കൂടിയാണ് യാക്കോബായ സഭയുടെ പ്രാദേശിക അധ്യക്ഷൻ അല്ലെങ്കിൽ ആഗോമാന സുറിയാനി സഭയുടെ ഭാഗമായ പത്രിയാർക്കീസ് ബാവ തലവനായ സഭയുടെ ഇന്ത്യൻ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രാദേശിക അധ്യക്ഷനായും ജോസഫ് മാർ ഗ്രിഗോറിയോസ് അഭിഷിക്തനാകുന്നത്. ശ്രേഷ്ഠ കാതോലിക്ക പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. ആ വാഴിക്കൽ ചടങ്ങ് നാളെയാണ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനടുത്തുള്ള അറ്റാനയിലെ സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ നടക്കുക. സഭയുടെ സിനഡ് അംഗങ്ങൾ, സുനഹദോസ് അംഗങ്ങൾ, അങ്ങനെ സഭയിലെ മെത്രാപ്പോലീത്തമാർ, യാക്കോബായ സഭയിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ ഒക്കെ ബെയ്റൂത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമുണ്ട്, കേന്ദ്ര പ്രതിനിധി സംഘമുണ്ട്. ഒപ്പം മറ്റ് സഭകളിലെ വിവിധ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെയും വിവിധ സഭകളുടെയും പ്രതിനിധികളുണ്ട്. മാർത്തോമാ സഭയുടെ സബ്രഹൻ മെത്രാപ്പോലീത്ത, ഒപ്പം മറ്റ് ഇതര മലങ്കര കത്തോലിക്ക സഭയുടെ കർദിനാൾ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള ആളുകളും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. സഭയെ സംബന്ധിച്ച് ഇഗ്നാത്യോസ് അപ്രേം ദുരിയൻ പത്രിയാർക്കീസ് ബാവ പത്രിക കത്തീഡ്രലിൽ നാളെ വൈകിട്ട് 8:30 പരിശുദ്ധ കുർബാന നടക്കും. കുർബാന മധ്യയാണ് ചടങ്ങുകൾ, വാഴിക്കൽ ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. തോമസ് പ്രഥമൻ ബാവ ഏറെക്കാലം യാക്കോബായ സഭയും നയിച്ചു. അദ്ദേഹം കാലം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ അധ്യക്ഷൻ. അതുവരെ സൂനഹദോസ് പ്രസിഡന്റ്, മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി, നേരത്തെ കാത്തോലിക്ക അസിസ്റ്റന്റ് തുടങ്ങിയ പദവികളും കൊച്ചി ഭദ്രാസനാധിപൻ കൂടിയായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് വഹിച്ചു വരികയായിരുന്നു. പിന്നീട് തുടർന്നാണ് തോമസ് പ്രഥമൻ ബാവ കാലം ചെയ്തതോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്നത്, കാതോലിക്ക പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഔദ്യോഗിക വാഴിക്കൽ ചടങ്ങുകൾ പൂർത്തിയായ അദ്ദേഹം 30 തിരികെ എത്തുകയും ചെയ്യും. സഭയെ സംബന്ധിച്ച് യാക്കോബായ ഓർത്തഡോക്സ് തർക്കം, അതിൽ സുപ്രീം കോടതി വിധി, അതൊക്കെ ഒരു സുപ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുക കൂടിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് കാതോലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശരി സജോ, താങ്ക് യു. നാളെ രാത്രി ഇന്ത്യൻ സമയം രാത്രി 8:30 ലെബനിലെ ബെയ്റൂത്തിൽ ഈ ചടങ്ങുകൾ നടക്കുക. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാഴിക്കൽ ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തത്സമയം പ്രേക്ഷകർക്ക് ഇത് റിപ്പോർട്ടർ TV കാണുകയും ചെയ്യാം.